ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ വീണ്ടും നല്ലൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമ്മൾക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദാ ഞാൻ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ദാ ഈ ഒരു ബൗളിൽ ഫുള്ളായിട്ട് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകി ഇട്ട് നമുക്കിത് കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കണം. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ മാക്സിമം വെച്ചാൽ മതിയാവും. അപ്പോൾ ദാ ഞാനിവിടെ അരിയെല്ലാം നന്നായിട്ട് കഴുകി ഒരു 2.5 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾക്ക് അതിന് ആദ്യം വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ദാ ഞാനിവിടെ ഈ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ ഒരു 3 ശർക്കര എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം. ശർക്കര പാനിയാക്കി എടുത്തിട്ട് നന്നായിട്ട് അരിച്ചും കൂടി എടുക്കണം. കാരണം ഇതിൽ കട്ടകളോ എന്തെങ്കിലുമൊക്കെ അഴുക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാനി നമ്മൾക്ക് കിട്ടും നമ്മൾ ഈ ഒരു രീതിയിൽ ശർക്കര പാനി തയ്യാറാക്കി എടുക്കുമ്പം. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുക. അല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം അധികമായാൽ നമ്മളുടെ ഈ ശർക്കര പാനി ഒരുപാട് ലൂസായി പോവും. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവും ഒത്തിരി ലൂസായി പോവും. നമ്മൾ ഈ ശർക്കര പാനിയിലാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ശർക്കര ഇവിടെ എല്ലാം നല്ല രീതിയിൽ ഉരുകി ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് തണുത്തിട്ട് നമ്മൾക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഒരുപാട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഒരു മീഡിയം ചൂടോടുകൂടി തന്നെ നമ്മൾക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം. എന്നാൽ പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ശർക്കര പാനിയെല്ലാം നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത ശർക്കര പാനി കണ്ട ഒട്ടും കരടൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള ശർക്കര പാനിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ശർക്കര പാനി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അരി അരയ്ക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരു 3 ഏലക്കയുടെ കുരുവും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അളവിൽ അരി എടുക്കുമ്പം ഏലക്കയും ജീരകവും ഇത്ര അളവിൽ തന്നെ എടുത്താൽ മതിയാകും. അപ്പോൾ ദാ നമ്മൾ അരിയെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഈ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണമെന്നില്ല. പതിയെ പതിയായി നമ്മളൊന്ന് അരച്ചെടുത്താൽ മതിയാകും. ഒത്തിരി ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരിയോട് കൂടി വേണം നമ്മൾക്ക് ഈ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ദാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്കയും അതുപോലെ തന്നെ ജീരകവും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പാളയംകുടൻ പഴം. അപ്പോൾ ദാ ഞാനിവിടെ ഒരു 2 പഴമാണ് എടുത്തിട്ടുള്ളത്. 2 തന്നെ ധാരാളം മതി. അതിൽ കൂടേണ്ട ആവശ്യമില്ല, അതിൽ കുറയുകയും വേണ്ട. അപ്പോൾ പഴമെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞ് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്കും പഴത്തിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് നമ്മൾക്ക് മാവ് അരഞ്ഞു കിട്ടും. അപ്പോൾ ദാ ഞാനിവിടെ മാവെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾക്ക് നല്ല രീതിയിൽ ഇതൊന്ന് പുളിക്കാനായിട്ട് വെക്കണം. ഒരു 5 തൊട്ട് 6 മണിക്കൂർ വരെയൊക്കെ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 മണിക്കൂറാണ് മാക്സിമം വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 10:30 മണിയോടുകൂടി ഞാനിവിടെ മാവ് തയ്യാറാക്കി വെച്ചു. എന്നിട്ട് ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഇത്രയും മതി. ഇതിൽ കൂടുതൽ ലൂസ് ആവരുത്. ഇത് പുളിച്ച് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കട്ടിയാവും. അത് നമുക്ക് പുളിച്ചതിന് ശേഷമുള്ള മാവിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ മാവ് തയ്യാറാക്കി എടുത്തിട്ട് നമുക്ക് പുളിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ദാ നമ്മുടെ മാവെല്ലാം ഇവിടെ നല്ല രീതിയിൽ പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അല്പം നെയ്യിൽ ഞാനിവിടെ തേങ്ങാക്കൊത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ. അത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ നമുക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തിൻ്റെ കൂടെ എള്ളും കൂടി നമ്മൾക്ക് വറുത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ എള്ള് ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ എള്ള് ചേർത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എള്ളും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ദാ നമ്മുടെ തേങ്ങാക്കൊത്തെല്ലാം നല്ല രീതിയിൽ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് തേങ്ങാക്കൊത്തും കൂടി മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിച്ച് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി കട്ടിയായി. നമ്മൾ നേരത്തെ കണ്ട മാവിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടിയായി. അപ്പോൾ ഇതാണ് കറക്റ്റ് ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. അപ്പോൾ ദാ തേങ്ങാ കൊത്തുകളെല്ലാം നമ്മളുടെ മാവിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി തുടങ്ങാം. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും തേങ്ങാക്കൊത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രമാത്രം മതി. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ശർക്കരയെല്ലാം കറക്റ്റ് അളവാണ്.
അതുപോലെ തന്നെ വെളുത്ത ശർക്കരയും ഉണ്ട്, അതേപോലെ തന്നെ കറുത്ത ശർക്കരയും ഉണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറുത്തിട്ടുള്ള ശർക്കരയാണ്. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിന് കുറച്ചും കൂടി നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിരിക്കും. അപ്പോൾ ഉണ്ണിയപ്പ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം തേങ്ങ വറുത്തതിന്റെ ബാലൻസ് ഉണ്ടായിരുന്ന നെയ്യും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. എണ്ണയെല്ലാം നല്ല രീതിയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ മാവ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയം വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒത്തിരി ഹൈയിൽ വെച്ചാൽ നമ്മളുടെ ഉണ്ണിയപ്പം കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു ലോ ടു മീഡിയം വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പം ദാ ഓരോ കുഴികളിലേക്ക് നമ്മൾ മാവ് കോരി ഒഴിക്കുകയാണ്. അപ്പം തന്നെ മാവ് പുളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മാവെല്ലാം ഇങ്ങനെ പൊങ്ങി വരും. നമ്മൾ ഉണ്ണിയപ്പത്തിന്റെ ഷേപ്പ് കണ്ടിട്ടുണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പം ഇത് കറക്റ്റ് പരുവമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരളവിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ദാ ഉണ്ണിയപ്പം നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പൊ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഉണ്ണിയപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ വന്ന് പറയാൻ മറന്നു പോകരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.